കനാൻ ദേശത്തെ സംബന്ധിച്ച് ഇസ്രായേലിന് നൽകിയ വാഴ്ത്തത്തങ്ങളെ നിവർത്തിയാക്കുന്നതിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ രേഖയായിട്ടാണ് യോശുവയുടെ പുസ്തകം എഴുതപ്പെട്ടത്. നമ്മൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇതിൽ ഇപ്പം 4ാം സെമസ്റ്റർ പരീക്ഷ വരുമ്പോൾ ഞാൻ പറയുന്നത് ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. ഉദ്ദേശം എന്ന ഭാഗം ഉറപ്പായിട്ടും ഉണ്ടാകും, പഠിക്കണം. പിന്നെ എഴുതിയ കാലഘട്ടം, ആമേൻ, ഇത് ഉണ്ടാകും. നമ്മൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇത് തുടങ്ങിയുള്ള പുസ്തകങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് വരത്തുള്ളൂ. കേട്ടോ? പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ പുസ്തകം എഴുതപ്പെട്ടത് അധ്യായം 23:14. യോശുവയുടെ പുസ്തകം 23:14. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം. യുദ്ധത്തിൽ വിജയങ്ങൾ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തികളും. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തികളെയും ദുഷ്ടരായ കനാന്യ ജാതിയുടെ മേലുള്ള ന്യായവിധിയുമായി. ദുഷ്ടരായ കനാന്യ ജാതിയോടുള്ള മേലുള്ള ന്യായവിധിയുമായി ഇതിൽ കാണിച്ചിരിക്കുന്നു. ആവർത്തന പുസ്തകം 9:4 ഒന്ന് വായിക്കാമോ? ആവർത്തന പുസ്തകം 9:4. എടുത്തെങ്കിൽ വായിക്കാം. നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ശേഷം എന്റെ നീതി നിമിത്തം ഈ ദേശം കൈവശമാക്കുവാൻ യഹോവ എന്നെ കൊണ്ടുവന്നു എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറയരുത്. ആ ജാതിയുടെ ദുഷ്ടത നിമിത്തം അത്രേ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത്. കണ്ടോ? ഈ ജാതിയുടെ ദുഷ്ടത നിമിത്തമാണ് ദൈവം അവരെ നീക്കിക്കളയുന്നത്. സ്തോത്രം. ഈ ആവർത്തന പുസ്തകത്തിനകത്ത് ചില ജാതികളെ നീക്കി തൻ്റെ ഭക്തന്മാരെ മുമ്പിലോട്ട്, അവരുടെ കാലഗതികളെ മുൻപിലോട്ട് നീക്കുന്നതാണ് ഈ പുസ്തകത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. രത്ന ചുരുക്കമായിട്ടാണ് ഈ ഉദ്ദേശം എന്ന ഈ പദത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. നോക്കൂ, അടുത്ത് 9:4 നമ്മൾ വായിച്ചു. ഈ പുസ്തകത്തിലെ സംഭവങ്ങളെ മേലറിഞ്ഞ് ഇസ്രായേൽ ജനം കീഴടക്കിയ ദേശത്ത് പാർത്തു. ഇസ്രായേൽ ജനം കീഴടക്കിയ ദേശത്ത് പാർത്തിരുന്നു. കനാന്യർ,
അതിഭയങ്കരന്മാരായ ദുർമാർഗത്തിലും ക്രൂരതയിലും ജീവിച്ചിരുന്നു. ജീവിച്ചിരുന്ന ജനമായിരുന്നു എന്ന വസ്തുത ഈ പുസ്തകത്തിൽ, ഈ ഉദ്ദേശത്തിൽ വെളിപ്പെടുത്തുന്നു. യോശുവയുടെ പുസ്തകം 23:14 ഒന്ന് വായിക്കാമോ? 23:14. ഇതാ ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കുന്നു. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാ ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും, അപ്പൊ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോശുവയുടെ മുൻപിൽ സകലരും വന്ന് കൂടത്തക്ക തലത്തിൽ ദൈവം യോശുവയെ അതിനുവേണ്ടി ഒരുക്കുകയാണ്. സ്തോത്രം. പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ മോശയ്ക്ക് കീഴ്പ്പെടാത്ത പലരും യോശുവയുടെ മുമ്പിൽ കീഴ്പ്പെട്ടു. സ്തോത്രം. മോശയുടെ മുമ്പിൽ കീഴ്പ്പെടാത്ത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തർക്കുത്തരം കാണിച്ച് നടന്നവരെല്ലാം യോശുവയുടെ കാലം വന്നപ്പോൾ യോശുവ സ്തോത്രം. നമ്മൾ പറയാറില്ലേ, ഇന്ന ദൈവദാസൻ ഇരുന്നപ്പോൾ ചിലരൊന്നും മെരുങ്ങിയില്ല, ഇന്ന ദൈവദാസൻ വന്നപ്പോൾ ചിലരൊക്കെ മെരുങ്ങി മര്യാദയ്ക്കിരിക്കണമെന്ന് കേട്ടിട്ടില്ലേ? കാര്യം ഒന്നറിയാമോ? ആമേൻ. ചിലരൊക്കെ സ്നേഹത്തിൽ കൂടെ ചിലരെ മെരുക്കും, ചിലരങ്ങനെ മെരുങ്ങും, ചിലർ രണ്ട് കിട്ടിയാലേ മെരുങ്ങും. നമ്മൾ പറയാറില്ലേ, ചിലർ എത്ര കിട്ടിയാലും മെരുങ്ങത്തില്ല, അതിങ്ങനെ പോകത്തുള്ളൂ. അപ്പോഴും നമ്മൾ പറയും പാസ്റ്റർ കുഴപ്പമാണ്, പാസ്റ്റർ മാറ്റാൻ പറയും. അങ്ങനെ മോശയെ മാറ്റി യോശുവയെ ഏൽപ്പിച്ചു. അപ്പോൾ മോശയെ മാറ്റി യോശുവയെ ഏൽപ്പിച്ചപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായി കാര്യങ്ങൾ. കാരണം കഴിഞ്ഞ 5 പുസ്തകത്തിനകത്തും മെരുങ്ങാത്തതെല്ലാം മെരുക്കി യോശുവ. സ്തോത്രം. സൂര്യനെ വരെ മെരുക്കി, ചന്ദ്രനെ മെരുക്കി. നോക്കിക്കേ. അപ്പോൾ ഓരോ കൃപ ഓരോരുത്തർക്കും ദൈവം നൽകിയിട്ടുണ്ട്. മോശയ്ക്ക് നൽകിയ പ്രത്യേക ഒരു കൃപയാണ്. അതാണ് 80-ാമത്തെ വയസ്സിൽ മോശയോട് പറഞ്ഞ, നീ ഒരു കാര്യം ചെയ്യ്, ആമേൻ, നീ ഇതിനെല്ലാം വിട്ടിട്ടിങ്ങ് ഇറങ്ങി വാ, നിനക്ക് ഞാൻ വലിയൊരു ജനതയെ തരാമെന്ന് പറഞ്ഞു. അതാണ് ജനം, 30 ലക്ഷം. ചിലരൊക്കെ ദൈവം വിളിക്കുന്നത് ചില പ്രായങ്ങൾ കഴിയുമ്പോഴാണ്. കാരണം തിരക്കുകളൊക്കെ മാറിയിരിക്കുന്ന സമയത്താണ് ഒരു 300 ആടുമായി കൊണ്ടൊന്ന് മേയ്ക്കാൻ പോയ പോക്ക്. അവിടെ നിന്നാണ് മോശയെ വിളിച്ചിറക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, ദൈവം നമ്മെ ഏൽപ്പിക്കുന്നത് ഭയങ്കരമാണ്. സ്തോത്രം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിച്ചതിങ്ങനെയാണ്, നമ്മൾ എഴുതിയതിങ്ങനെയാണ്, കനാൻ ദേശത്തെ സംബന്ധിച്ച് ഇസ്രായേൽ നൽകിയ വാഴ്ത്തത്തകളെ നിവർത്തിയാക്കുന്നതിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ രേഖ ആമയാണ് യോശുവയുടെ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം തന്നെ ഏൽപ്പിച്ച വാഴ്ത്തത്തങ്ങൾ അത് ഒന്നുപോലും നശിച്ചു പോകാതെ ജനത്തിന് ഏൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്നുപോലും നശിച്ചു പോകരുത്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഏൽപ്പിക്കണം. ഒരു കാര്യം കൂടെ ഞാൻ ഇറങ്ങിപ്പറയാം. ആമേൻ. ചിലർ എത്ര പഴക്കമുള്ള വീടായാലും പൊളിക്കത്തില്ല. കാര്യം എന്നറിയാമോ? അവർ പറയുന്ന കാര്യം ഇതാണ്, ഇതെൻ്റെ അപ്പൻ്റെ 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 അപ്പൻ വച്ച വീട്, ഇങ്ങനെ പാരമ്പര്യം ഇങ്ങനെ വന്നു, ഇന്നിപ്പോൾ 200, 250, 300 വർഷത്തെ പഴക്കമായി ഈ വീട്ടിന്. അപ്പോൾ ആ വീട് ഇന്നും നല്ല ഭംഗിയായിട്ടിരിക്കുക. കാരണം എന്നറിയാമോ? അതിനെ പൊളിക്കാൻ ആരും അങ്ങനെ അനുവദിക്കത്തില്ല. കാരണം ഇത് പൊളിച്ചു കഴിഞ്ഞാൽ മുഴുവനും ഉരുപ്പടികളാണ്. സ്തോത്രം. പണ്ടേ ഉള്ളതാ. ഇതൊന്നും ആർക്കും പൊളിക്കാൻ കഴിയത്തില്ല. അതിങ്ങനെ തലമുറയായി ഇങ്ങനെ കൈമാറ്റം ചെയ്ത്
ആമേൻ, ഇങ്ങനെ വരുന്ന ഒരു പാരമ്പര്യം പണ്ട് കാലങ്ങളുണ്ടായിരുന്നു. പുത്തരിക്കണ്ടം ആമേൻ 2000 പിളരുന്നതിന് മുമ്പ് പുത്തരിക്കണ്ടത്തിലെ അവിടെ വിതയ്ക്കുന്ന നെല്ല് കൊണ്ടാണ് കുത്തിയാണ് അതിനെ ആമേൻ പുഴുക്കി അതിനെ കുത്തിയെടുത്താണ് അന്നത്തെ രാജാക്കന്മാര് പുത്തരിക്കണ്ടത്തു നിന്ന് ആമേൻ അവിടെ വിളയുന്ന നെല്ലാണ് അവിടുത്തെ അന്നത്തെ രാജാക്കന്മാർ ഭക്ഷിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് പുത്തരിക്കണ്ടത്ത് നിങ്ങൾ പോയി നോക്കിയേ, അവിടെ നെല്ലുണ്ടോന്ന്? ഇന്ന് നെല്ലല്ല, അവിടെ പെട്രോൾ പമ്പും നല്ല മാർബിൾ സൗധങ്ങളും കടകളും നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെയാണ് ഇന്ന് പുത്തരിക്കണ്ടത്ത്. ന്യൂ ഇയർ ആരാധനകളുമായി ഇന്ന് പുത്തരിക്കണ്ടം വലിയ സംരംഭമായി കഴിഞ്ഞു. പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? ആമേ, ഇത് മോശയുടെ കാലഘട്ടത്തിൽ ജനത്തിന് കൊടുത്തതിനെ നേരെ മോശയുടെ കാലഘട്ടത്തിൽ തൊട്ട് മുൻപ് അത് നേരെ യോശുവയ്ക്ക് വേണ്ടി ദൈവം വേർതിരിച്ചു. ഇന്ന് രാത്രി ആമേൻ നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത് ആമേൻ യോശുവയുടെ പുസ്തക അവലോകനം. യോശുവയുടെ പുസ്തകം അവലോകനം. ഒരു വാക്യം വായിച്ച് നമുക്ക് തുടങ്ങാം. 1-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്കാണ്. 5-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ, പിന്നെ 5-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ എല്ലാവർക്കും നിരവധി പ്രാവശ്യം വായിച്ച അധ്യായമാണ്. എങ്കിലും ഒന്ന് വായിക്കാം. 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്: എന്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദ്ദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. എത്ര ഭയങ്കരമായ ദൂതല്ലേ! ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട ദൂതാണ്. ഞാൻ തന്നെ 100 കണക്കിന് പ്രാവശ്യം ഈ ഗൂഗിൾ മീറ്റിങ്ങിനകത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. സ്തോത്രം. ഓരോ വാക്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. നോക്കിക്കേ, 1-ാമത്തെ വാക്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ദൂത് ഇതാണ്: യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായ മോശയുടെ ശുശ്രൂഷകനായ, ശ്രദ്ധിക്കണം ആ വാക്ക് കേട്ടോ, മോശയുടെ ശുശ്രൂഷകനായ. ആമേൻ. അപ്പോൾ അവർ രണ്ടുപേരും ചേർന്ന് നടന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിങ്ങളുടെ പിതാക്കന്മാർ കൂടെ ചേർന്ന് നടക്കുമെങ്കിൽ ശുശ്രൂഷയുടെ വ്യാപാരം ഈ രാത്രി നിങ്ങളുടെ മേൽ പരമേൽപ്പിക്കപ്പെടും, നിങ്ങൾ പോലും അറിയാതെ. ഒരു കാര്യം ഒന്ന് ഇറങ്ങി പറയാം. ഏലിയാവിൻ്റെ പിറകെ നടന്ന എലിശ, അവൻ എന്താ പറഞ്ഞത്? നീ എന്തായാലും എടുക്കപ്പെടും, എനിക്കെന്ത് വേണം? എനിക്ക് ഇരട്ടി പങ്ക് വേണം, ഇരട്ടി പങ്ക്. ഇന്ന് നീ അനുഭവിക്കുന്നതിലും ഇരട്ടി എനിക്ക് വേണം. അസാധ്യമാണ് എന്ന് ഏലിയാവ് പറഞ്ഞപ്പോഴും എലിശ പറഞ്ഞ, ഇല്ല, അസാധ്യം നിനക്കാണ്, എനിക്കിത് അസാധ്യമല്ല. എന്താ അസാധ്യം? ആ ഇരട്ടി പങ്കുള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ സ്ക്രീൻ മുമ്പിൽ ഇരിക്കുന്നേ. നമ്മളുടെ കൂടെ രാവിലെ സഞ്ചരിച്ച എത്രയോ പേരിന്ന് ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. എത്രയോ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് പല വാഹനങ്ങളിൽ കൂട്ടിയിടിച്ചു. പലരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ ഇരട്ടിപ്പങ്കുള്ളത് കൊണ്ടല്ലേ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ മേൽ പകർന്ന ഇരട്ടിപ്പങ്കുള്ളത് കൊണ്ടല്ലേ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. ഇത്ര സന്തോഷത്തോടെ പ്രാഗൽഭ്യത്തോടെ പറയാൻ, പ്രാഗൽഭ്യത്തോടെ. ഇത് 4 മരണമാണ്, 4 മരണം. ഒരു വീട്ടിൽ നിന്ന് 4 മരണം. രാവിലെ 2 കുഞ്ഞുങ്ങളെ ഒരുക്കി, ഒരു കൊച്ചിനെ ഫ്രണ്ടിലും ഇരുത്തി, ബൈക്കിനെ ഫ്രണ്ടിലും ഇരുത്തി, ഒരു കുഞ്ഞിനെ അപ്പൻ്റെ ഇടയ്ക്കും ഇരുത്തി, അതിൻ്റെ പിറകെ തൻ്റെ ഭാര്യയെ കയറ്റി താനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ
വേറൊരു വാഹനം ഓവർടേക്ക് ചെയ്ത് കയറി ഈ സാധു കുടുംബത്തെ ഇടിച്ച് നേരെ തക്ഷണ വണ്ടിക്കടിയിൽ പോയി. 4 പേര് മരിച്ചില്ലേ? എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. നമ്മൾ പോലും അറിയാതെ, ഞാൻ പോലും അറിയാതെ, നിങ്ങൾ പോലും അറിയാതെ, പറയാൻ പറ്റുമോ നെഞ്ചത്ത് കൈവച്ച്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മേൽ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട്, ഇരട്ടി പങ്ക്. ഏലിയാവ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ചെയ്യണമെന്നുള്ള തീഷ്ണത നമുക്ക് വേണം. നമ്മൾ ആരെയും അനുകരിക്കരുത്. അനുകരിക്കുന്ന ഒരു വ്യക്തി പോലും ഒരിടത്തും എത്തിയിട്ടില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരിടത്തും എത്തിയിട്ടില്ല. ഇന്ന് അൽക്കൊടുത്തോട്ടം ഒരു ലൈവിൽ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ഞങ്ങൾ 300ഉം 250ഉം 280ഉം പേര് ഒരു സെമിനാരിയിൽ പഠിച്ച് 3 വർഷമോ 4 വർഷമോ പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്യാൻ വരുമ്പോൾ ഞങ്ങൾ 8ഓ 9ഓ പേര് കാണും. അതിനകത്തും കുഴപ്പക്കാരുണ്ടാകും. 10ഉം 25ഉം വർഷം ഒരു കന്യാസ്ത്രീ ആയിരിക്കുന്ന സഹോദരിമാര് 8ഉം 10ഉം 20ഉം പേര് മഠത്തിൽ ചേരാൻ വേണ്ടി പഠിക്കും, സെമിനാരി പഠിക്കും. എന്നാൽ അതിനകത്തൊന്നും 1ഓ 2ഓ പേര് മാത്രമാണ് സമർപ്പിക്കപ്പെട്ടവരായി പുറത്തു വരുന്നത്. അവരെ ജയിലിലാക്കാനല്ലേ നിങ്ങളുടെ വാകൾ തുറക്കുന്നതെന്ന് കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടു. ഞാൻ ഇവിടെ ഒന്നിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്ക് നോക്കിയതാ. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് ഇന്നത്തെ സംഭവം അതാ. വിളിക്കപ്പെട്ടവരോ വാ തുറന്ന് പറഞ്ഞേ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തിരിക്കുന്ന ദൈവ കുഞ്ഞെ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഈ പുസ്തകത്തിനകത്തളങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ട് നിങ്ങൾ വിശ്വസിക്കണം. ആമേൻ. പുസ്തകത്തിന്റെ നിങ്ങളുടെ വേദപുസ്തകം ഉണ്ടെങ്കിൽ വേദപുസ്തകം യോശുവ പുസ്തകം 1-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്ക്. ആമേൻ. യഹോവ നൂഹിന്റെ മകനായ മോശയുടെ ശുശ്രൂഷകനായി യോശുവയോട് അരുളി ചെയ്തത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മോശയുടെ ശുശ്രൂഷകനായി താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത്, യോശുവ മരിച്ച ശേഷം ദൈവം ശുശ്രൂഷ വേറെ ആർക്കും ഏൽപ്പിച്ചില്ല കേട്ടോ. നിങ്ങൾ എത്രത്തോളം നടത്തിയവരെ പിന്തുടർന്ന് നിങ്ങൾ നിൽക്കുമോ, അത്രത്തോളം നാം അറിയാതെ നമ്മെ ഉന്നതങ്ങളിലെത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം അറിയാതെ നമ്മളെ ഉന്നതങ്ങളിലെത്തിക്കുന്ന, നിങ്ങളൊന്ന് പിറകിൽ ചിന്തിച്ചു നോക്കിയേ, എത്രയോ പേര് മോഹന വാഴ്ത്താനങ്ങൾ പറഞ്ഞു അല്ലേ? എത്രയോ പേര് പറഞ്ഞു. പറഞ്ഞവരൊക്കെ ഇന്നുണ്ടോ നിങ്ങളുടെ കൂടെ? ഒരാളെങ്കിലും ഒരാള് ഇല്ല, കാണത്തില്ല. അത് മാനുഷികമായ വാക്ക. പക്ഷെ ദൈവം പറയാണ്, ഞാൻ അറ്റത്തോളം. അതാണ് 5-ാമത്തെ വാക്യം പറയുന്നത്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഈ പുസ്തകം നിങ്ങൾ ഈ 1-ാമത്തെ അധ്യായം നിങ്ങൾ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നതാണ്, ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ആമേൻ. ഞാനിപ്പോൾ എവിടെയാ നിൽക്കുന്നത്? ഉറപ്പുള്ളവനായിരിക്കുക. വാള് പിടിക്കാൻ പ്രാപ്തിയില്ലാത്ത യോശുവയെ ദൈവം യുദ്ധക്കളത്തിലേക്ക് ഇറക്കി നിർത്തിയിട്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ഒരുത്തനേ ഉള്ളൂ ദൈവം. ബാക്കി എല്ലാവരും ഓടിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, കനാൻ ദേശത്തേക്ക് മോശയ്ക്ക് കടക്കാൻ കഴിഞ്ഞില്ല. കാര്യം എന്താ? ദൈവത്തിന്റെ മുൻപിൽ സകലത്തെയും തീങ്കൽ പാറയുന്നവരെ വെള്ളം കൊടുത്തതാ കർത്താവ്. ദിവ്യാതന തലയെ തകർത്ത് കാടകളെ ഭക്ഷണമാക്കി പപ്പും കൂടെയും വച്ചു പിടിപ്പിച്ച് നല്ല ഫ്രൈ ആക്കി ഇസ്രായേൽ ജനത്തിന് കൊടുത്തതാണ് നമ്മുടെ കർത്താവ്. ആമേൻ. തീർന്നില്ല കേട്ടോ. മന്ന മഞ്ഞിൽ പൊതിഞ്ഞ് പഞ്ഞു കിടക്കുന്നത് പോലെ നിലത്ത് അവർക്ക് എടുക്കാൻ കണക്കിന് ഉറുമ്പ് പോലും അരിക്കാതെ, ചെന്നായ്ക്കൾ പോലും അടുക്കാൻ കഴിയാത്ത തലത്തിൽ നല്ല മഞ്ഞിനകത്ത് പൊതിഞ്ഞു കൊടുത്തതാണ് നമ്മുടെ കർത്താവ്. അല്ലേ? പലപ്പോഴും നമുക്ക് തന്നിട്ടില്ലേ ദൈവം? പ്രൈസ് ദി ലോർഡ്. വേറെ ആർക്കും കൊടുക്കാത്തത് നമുക്ക് തന്നില്ലേ? അതാ ഇന്ന് ഇതിനകത്തിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത്രയും പറഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ പുസ്തകത്തിലേക്ക് നമുക്ക് ശ്രദ്ധയെത്തിരിക്കാം. ആമേൻ.
ആവർത്തനം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപേ ദൈവം യോശുവയോട് ഇടപെടുവാൻ തുടങ്ങി. യോശുവ ഇപ്പോഴും ഇസ്രായേൽ അടിച്ചിരിക്കുന്നതും ഇപ്പോഴും ഇസ്രായേൽ പാളയം അടിച്ചിരിക്കുന്നതും മോവാബ്യ സമതലത്തിൽ തന്നെയാണ് യോർദാൻ നദിയുടെയും യെരിഹോവിന്റെയും നേരെ ചെല്ലേണമെന്ന് യഹോവയായ ദൈവം യോശുവയോട് കൽപ്പിച്ചു. യോശുവയുടെ പുസ്തകം 3 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ ഭാഗം മോശയുടെ പിൻഗാമിയായി ദൈവത്താൽ ബ്രാക്കറ്റിൽ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 5 വരെയും 1 മുതൽ 5 വരെയും അതിൻ്റെ 15-ാമത്തെ വാക്യവും. യോശുവ നിയോഗിക്കപ്പെട്ടതും കനാനിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഇസ്രായേലിന്റെ ഒരുക്കവും. ഒന്നാം അധ്യായം 1 മുതൽ 3 വരെ 1 വരെയും അതിൻ്റെ 13-ാമത്തെ വാക്യവും. യോർദാൻ കടക്കുന്നതും 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം മുതൽ
യോർദാൻ കടക്കുന്നതും 3-ാം അധ്യായം 14-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അങ്ങനെ ജനം യോർദാൻ അരികെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന് മുൻപായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു. അതാണ് 14-ാമത്തെ വാക്യം മുതൽ താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ പുരോഹിതന്മാർ അവരുടെ കാലുകൾ ആ വെള്ളത്തിലേക്ക് തൊടുമ്പോൾ തന്നെ യോർദാൻ രണ്ടായി വിഭജിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത 4-ാമത്തെ അധ്യായത്തിന് 24-ാമത്തെ വാക്യം. 4-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ദേശത്ത് വച്ച് അവരുടെ ഒന്നാമത്തെ ഉടമ്പടി പ്രവർത്തികളും അധ്യായം 5 1 മുതൽ തീർത്തുള്ള വാക്യങ്ങളും. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും നിനക്ക് തന്നിരിക്കുന്നു എന്ന് ദൈവം യോശുവയോട് വാഴ്ത്തത്തം ചെയ്തു. 1:3. രണ്ടാമത്തെ ഭാഗം 6-ാമത്തെ അധ്യായം 1 മുതൽ 6-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളും 13-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യവും. ഉറച്ച കോട്ടാക്കൊത്തളങ്ങളും ആയുധപ്പുരകളും ഉണ്ടായിരുന്നു. പട്ടണങ്ങൾക്ക് എതിരെ എങ്ങനെ ഇസ്രായേൽ ദൈവിക അനുസരണത്തോടുകൂടെ മുൻപോട്ട് നീങ്ങി. എന്ന് ഈ ഭാഗത്ത് വിവരിക്കുന്നു. മധ്യഭാഗത്തും അധ്യായം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 1 മുതൽ 5 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാമോ? 1 മുതൽ 5 വരെയുള്ള വാക്യം. 6 വരെ വായിച്ചോ. 1 മുതൽ 6 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാമോ? 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ എരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം.
അവർ ആട്ടിൻ കൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടേണം. അപ്പോൾ പട്ടണം അതിൽ വീഴും. ജനം ഓരോരുത്തൻ നേരെ കയറുകയും വേണം. നൂന്റെ മകനായ യോശുവ പുരോഹിതന്മാരെ വിളിച്ച് അവരോട്, നിയമപ്പെട്ടകം എടുപ്പിൻ. 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു. കണ്ടോ? 6 മുതൽ 8 വരെയുള്ള അധ്യായം നിങ്ങൾ വായിക്കണം. 6 മുതൽ 8 വരെയുള്ള അധ്യായത്തിനകത്ത് ദൈവം ചില അധികാരങ്ങൾ കൊടുക്കുകയാണ്. അധ്യായം 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ. ഇവിടെ ചില അധികാരങ്ങൾ യെരിഹോ മതിലിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന നൂയിൻ്റെ മകനായ യോശുവയ്ക്ക് ദൈവം കൽപ്പിക്കുക. എന്തുകൊണ്ടാണ് യോശുവയ്ക്ക് ദൈവം അധികാരങ്ങൾ കൊടുക്കുന്നത്? കാരണം ഒരിക്കൽ ഇവരിവിടെ ഈ പട്ടണം പിടിച്ചെടുക്കാൻ വന്നതാ. പിടിച്ചെടുക്കാൻ വന്നപ്പോഴത്തേക്കാണ് അവിടെ രാഘാബിൻ്റെ ഭവനത്തിലേക്ക് അവരെ ഒളിപ്പിച്ച് രാഘാബ് പിൻവാതിൽക്കൽ കൂടെ കിളിവാതിൽ കൂടെ ഇവരെ നേരെ ആ ബൗണ്ടറി കടത്തി വിടുന്നത്. ഈ യെരിഹോവിൻ്റെ അകത്തളങ്ങളിലാണ് രാഘാബ് എന്ന ആ സഹോദരിയുടെ വീടിരിക്കുന്നത്. അവരെ ആ ലോകം അവരെ പല നിലയിലും ചിത്രീകരിച്ചു. വേദപുസ്തകം അത് പറയുന്നുണ്ട്. പക്ഷെ യെരിഹോവിൻ്റെ എല്ലാ ഭവനങ്ങളും എല്ലാ കോട്ടകളും ഇടിച്ചപ്പോഴും ഒറ്റ വാക്കാണ് അവിടെ പറഞ്ഞത്, രാഘാബിൻ്റെ ഭവനം തൊട്ടുപോകരുത്. എന്തുകൊണ്ട് ആ വീട് തൊട്ടുപോകരുതെന്ന് പറഞ്ഞ കാര്യമെന്നറിയാമോ? രാഘാബ് അവളുടെ സ്വഭാവം എന്തായിക്കോട്ടെ, പക്ഷേ ദൈവദാസന്മാരെ തിരിച്ചറിയാനുള്ളൊരു ആത്മബലം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. സ്തോത്രം. അവൾ ആമേൻ വരുന്നവരാരെന്നറിയാൻ, ഇന്ന് ഈ രാത്രി നിങ്ങൾ പഠിക്കുന്നവരാണ്, നമ്മുടെ മുൻപിൽ വരുന്നവരാരെന്നറിയാനുള്ള ഒരു വെളിപ്പാട് ദൈവമക്കൾ പ്രാർത്ഥിക്കണം, പ്രാപിച്ചെടുക്കണം. എല്ലാവരുടെ മുമ്പിൽ നിന്നും കൊണ്ട് തലവെച്ചു കൊടുക്കരുത്. ആരാണ് വരുന്നത് അവരെ തിരിച്ചറിയാനുള്ള ഒരു ആത്മബലം ഈ നാളുകളിൽ ദൈവജനം പ്രാപിക്കണം. അതാണ് ഇവിടെ തൻ്റെ ദാസി പ്രാപിച്ചെടുത്തത്. പ്രൈസ് ദി ലോർഡ്. 6 മുതൽ 8 വരെയുള്ള അധ്യായം നിങ്ങൾ വായിക്കണം. അതിനകത്തുനിന്നൊരു എസ്സേ ഉണ്ടാകും. 6, 7, 8 3 അധ്യായത്തിനകത്തുനിന്ന് ഒരു എസ്സേ നിങ്ങൾക്ക് എഴുതാൻ ശക്തമായി ഉണ്ടാകും. ഒരു 6 പേപ്പർ കുറയാതെ എഴുതാനുള്ളത് ഞാൻ തരാം. അധ്യായം മറന്നു പോകണ്ട. 6, 7, 8. പ്രൈസ് ദി ലോർഡ്. 25 മാർക്ക് അതിനകത്തുണ്ടാവും. 100 മാർക്കിനാണ് ഞാൻ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത്. കാരണം ഇത് 2 വർഷം കൊണ്ട് പഠിക്കുന്നതാണ്. പുതിയ നിയമം വിട്ടു, പഴയ നിയമം മാത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, 8 വരെയുള്ള അധ്യായങ്ങൾ. അടുത്ത് തെക്ക് ഭാഗത്തും എന്നെഴുതിയിട്ട് അധ്യായം 9 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ. ഏത് ഭാഗത്ത്? തെക്ക് ഭാഗത്ത് 9 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ. ഇതും നിങ്ങൾ പഠിക്കണം. സ്തോത്രം. അടുത്ത് വടക്കൻ കനാലിലും അധ്യായങ്ങൾ 11 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ. ഇതും നിങ്ങൾ ശക്തമായി പഠിക്കണം. അപ്പോൾ എവിടെയൊക്കെയായി? തെക്ക് ഭാഗം, പിന്നെ വടക്കൻ കനാല്, 11 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ. ഓക്കെ, അടുത്ത് എഴുതിക്കോളൂ. ദൈവം തൻ്റെ ജനത്തിന് നിർണായക വിജയങ്ങൾ നൽകുകയും തെക്ക് മുതൽ വടക്കു വരെയുള്ള പർവ്വത ദൈവം തൻ്റെ ജനത്തിന് നിർണായക വിജയങ്ങൾ നൽകുകയും തെക്ക് മുതൽ വടക്കു വരെയുള്ള പർവ്വത പ്രദേശങ്ങളിലും
പർവ്വത പ്രദേശങ്ങളിലും ഇസ്രായേലിന് ആധിപത്യം ഉറപ്പിക്കുവാൻ കഴിയുന്നതും വിശദീകരിക്കുന്നു. ഏതൊക്കെ അധ്യായം എന്നറിയാമോ? വിശദീകരിക്കാനാ. ഏതൊക്കെ അധ്യായം? ഒന്നുകൂടെ പറയുന്നു. 6, 7, 8. അടുത്ത് 9, 10. അടുത്ത് വന്നത് 11, 12. ഒരു വലിയൊരു വിശദീകരണം തന്നിരിക്കുകയാണ്, വിശാലമായി എഴുതാൻ. ഇസ്രായേലിന് തങ്ങളുടെ രക്ഷകനാകാൻ അധ്യായം 6 ആറാമത്തെ അധ്യായം ഫുള്ളാ നിങ്ങൾ വായിക്കണം കേട്ടോ. ദൈവം ഇസ്രായേലിൽ നിന്ന് ആവശ്യപ്പെട്ടത് തികഞ്ഞ അനുസരണവും പുസ്തകത്തിന്റെ യോശുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായം. 7-ാമത്തെ അധ്യായം. അപ്പോൾ 1ഉം 2ഉം ഭാഗം നമ്മൾ പഠിച്ചു. 3-ാമത്തെ ഭാഗം 3 അധ്യായം 13ലേക്ക് നമുക്ക് വരാം. 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. 13ന്റെ 8-ാമത്തെ വാക്യം ഒരാളിന് ശക്തിയോടെ വായിക്കാം. അവനോടുകൂടി രൂബേന്യരും ഗാദ്യരും മോശ അവർക്ക് യോർദാനക്കരെ കിഴക്ക് കൊടുത്തിട്ടുള്ള അവകാശം യഹോവയുടെ ദാസനായ മോശ കൊടുത്തതുപോലെ തന്നെ പ്രാപിച്ചിരിക്കുന്നുവല്ലോ. അപ്പൊ കൊടുത്തിരിക്കുന്നത് ഈ 3-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ, അതാണ് ഭാഗമായി തിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. 2-ാം അധ്യായത്തിൽ ദൈവം എന്ത് ചെയ്തു? പറഞ്ഞേ, ഭാഗമായി കൊടുത്തിരിക്കുന്നത്. എന്താ ഭാഗം? ഇതെന്റെ മോന് യോശുവയ്ക്കുള്ളത്, ഇതെന്റെ മോക്കുള്ളത്, ഇതെന്റെ ഇളയ മോനുള്ളതെന്ന് പറഞ്ഞ് കൊടുക്കൂലേ? അവിടെ അടി ഷെയർ തിരിക്കുമ്പോ അല്ലേ? പണ്ടൊക്കെ എങ്ങനെയാണ് പറയുന്നത്? പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ന് ഈ അതിര് മുതൽ അപ്പുറത്തെ അതിര് വരെ നിനക്കുള്ളതാ കേട്ടോ. അത് എത്ര സെന്റ് ഉണ്ടെങ്കിലും നിനക്കുള്ളതാ. തെക്ക് ഭാഗത്ത് ഇന്ന ആ വാഴ നിൽക്കുന്നില്ലേ, അത് മുതൽ അപ്പുറത്തെ അറ്റം വരെ ആ മുറുക്കിക്കുന്നില്ലേ, അതുവരെ ഉള്ള നിനക്കുള്ളതാ. അവിടെ പിന്നെ വേറെ വാദങ്ങളൊന്നുമില്ല. നീങ്ങി വന്നേടി, നിനക്കത് ആ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് അതായത് അവിടെ നിൽക്കുന്നില്ലേ ഒരു നേന്ത്രവാഴ, അതിൻ്റെ അവിടെ നിന്ന് നേരെ അങ്ങ് അപ്പുറത്തൊരു പഞ്ഞിമരം നിൽക്കുന്നില്ലേ, അതുവരെയുള്ള നിനക്കുള്ളതാ. അവിടെ വേറെ തർക്കമൊന്നുമില്ല. ഇന്ന് അതിൻ്റെ കുറുകെ ഒരു പ്ലാവ് നിന്ന് കഴിഞ്ഞാൽ നടുവേ കീറും അല്ലേ? ആ പ്ലാവിൻ്റെ നടുവേ കീറിയിട്ട് പകുതി അവക്ക് കൊടുത്താൽ മതി, പകുതി എനിക്കെന്താ വീട് വയ്ക്കാൻ. അന്ന് അങ്ങനെയുള്ള പരിപാടിയില്ല. ഭാഗമായി തിരിച്ചു കൊടുത്തിരിക്കുക. ഒന്നുകൂടെ ആ പുസ്തകത്തിൽ ഞാൻ പുതിയ നിയമത്തിൽ എടുക്കുക. ഭാഗം വായിക്കാമോ? 2-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചേ. 2-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. എബ്രായ ലേഖനം 2. ഒന്നാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതലാണ്. ദൈവം പണ്ട് ഭാഗമായിട്ടും ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം
പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. സകലത്തിന്റെ മേലും അവകാശികളാക്കി വെച്ചു. എന്നാൽ കുറച്ചുകൂടെ നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുക, പറയുന്നു കൂട്ടവകാശികളും. യോഹന്നാനിലേക്ക് ഒരു പറയുന്നു, നിങ്ങൾ ആരാ? കൂട്ടവകാശികളും. ആമേൻ. ഇപ്പൊ ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നോമിനി ആരാ? നോമിനി അതാ ചോദിക്കുന്നത്. അപ്പം നോമിനി ആരാ? നോമിനി കൂടെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിലും ചെയ്യാം, എങ്കിലും നോമിനി കൂടെ വയ്ക്കും. അതെന്തിനാ? തട്ടിപ്പോയി കഴിഞ്ഞാൽ കിട്ടുമല്ലോ ക്ലെയിം അല്ല, അതുകൊണ്ടാ. അവകാശികളും. ഇതെന്ന് ഭാഗം ചെയ്തതാ? ദൈവം പണ്ട് ഭാഗമായിട്ടും ആമേൻ വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം. എങ്ങനെ? പ്രവാചകന്മാർ മുഖാന്തരം. ആമേൻ. പ്രവാചകന്മാർ മുഖാന്തരം. അപ്പൊ അന്ന് പറഞ്ഞ പ്രവചനം എല്ലാം ഇന്ന് യോശുവയുടെ ഉള്ള കയ്യില. കൈവിട്ടേ ഉള്ളം കാലില. അതല്ലേ നിന്റെ ഉള്ളം കാല് ഉന്ന സ്ഥലം. അപ്പൊ ഭാഗമായി കൊടുത്തതെല്ലാം യോശുവ ഒന്നും കളഞ്ഞിട്ടില്ല, എല്ലാം വച്ചിരിക്കുക ജനത്തിന് കൊടുക്കാൻ. എന്നിട്ട് കർത്താവ് പറയുന്നതോ 1-ാം അധ്യായത്തിൽ പറയുന്നത് എന്താ? യോശുവ പുസ്തകം, നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം നിൽക്കാം. ലെവലേഷൻ നിന്റെ ഹൃദയത്തിൽ പേടി വരരുത്. ഞാൻ ഇന്ന് ഒരാളിനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആമേൻ, പേടി ശകലം പോലും കണ്ണിൽ കാണരുത്. ശത്രുവിന്റെ കണ്ടാൽ അവൻ നിന്നെ താവടിയാക്കും. സ്തോത്രം. അപ്പോ ഇത് പ്രവാചകന്മാർ മുഖാന്തരമായും ആമേൻ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്, ഇത് അന്ത്യകാലത്ത് ആമേൻ പുത്രൻ മുഖാന്തരം. ആമേൻ. നോക്കൂ, അപ്പൊ ഇത് പണ്ടേ പ്രവാചകന്മാർ മുഖാന്തരം വിഭജിക്കപ്പെട്ട 3 ഭാഗമായി വിഭജിക്കപ്പെട്ട ഈ ആമേൻ ആ ദേശം ആമേൻ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പുത്രൻ മുഖാന്തരമായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ മടങ്ങി വരുന്നു. ഇവിടെ നമ്മൾ വായിച്ച 3-ാമത്തെ ഭാഗമാണ് നമ്മൾ വായിച്ചത്. 13-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. അടുത്തൊരു അധ്യായം കൂടെ നമ്മൾ പഠിക്കുന്നു. 22-ാമത്തെ അധ്യായത്തിന് 34-ാമത്തെ വേദാംശം. 34-ാമത്തെ വേദാംശം വായിക്കുന്നു. 22-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വേദാംശം വായിക്കുന്നു. ഒരാൾ ശക്തമായി വായിച്ചാട്ടെ. രൂബേന്യരും ഗാദ്യരും യഹോവ തന്നെ ദൈവമെന്നതിന് ഇത് നമ്മുടെ മധ്യേ സാക്ഷി എന്ന് പറഞ്ഞ് ആ യാഗപീഠത്തിന് ഏത് എന്ന് പേരിട്ടു. ആ യാഗപീഠത്തിന് ഏത് എന്ന് പേരിട്ടു. സ്തോത്രം. കുറച്ചുകൂടി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ 23-ാം അധ്യായം കൂടി നമ്മൾ പഠിച്ചാൽ അറിയാൻ പറ്റും. ആ യാഗപീഠത്തെ പറ്റി കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അവിടേക്കൊന്നും പോകുന്നില്ല. ഇത് 12 ഗോത്രത്തിനകത്തുള്ള ചില ഗോത്രപിതാക്കന്മാരെ കുറിച്ചുള്ള 3-ാമത്തെ ഭാഗമാണ് പഠിക്കുന്നത്. നമുക്ക് എഴുതാം. 12 ഗോത്രങ്ങൾക്കും യോശുവ അവകാശദേശം വിഭാഗിക്കപ്പെടുന്നതും കാലേബിന്റെ അവകാശം കാലേബിന്റെ അവകാശം 6 സങ്കേത നഗരങ്ങൾ. 6 സങ്കേത നഗരങ്ങൾ. 2 ഗോത്രങ്ങളുടെ ഇടയിൽ
ലേവ്യർക്കുള്ള 48 പട്ടണങ്ങൾ. ഗോത്രങ്ങളുടെ ഇടയിൽ ലേവ്യർക്കുള്ള 48 പട്ടണങ്ങൾ. പട്ടണങ്ങൾ. യോശുവയുടെ 2 വിടവാങ്ങൽ സന്ദേശങ്ങളും യോശുവയുടെ 2 വിടവാങ്ങൽ സന്ദേശങ്ങളും 23-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കാമോ? യോശുവയുടെ പുസ്തകം 23 അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ എന്ന് പറയുമ്പോൾ 6-ാമത്തെ വാക്യം വരെ വായിച്ച് നിർത്താമല്ലോ. വായിക്കാം. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി ഇസ്രായേലിന് സ്വസ്ഥത നൽകി ഏറെക്കാലം കഴിഞ്ഞ് യോശുവ വയസ്സു ചെന്ന് വൃദ്ധനായ ശേഷം യോശുവ എല്ലാ ഇസ്രായേലിനെയും അവരുടെ മൂപ്പന്മാരെയും പ്രമാണികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ച് അവരോട് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ വയസ്സു ചെന്ന് വൃദ്ധനായിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ നിമിത്തം ഈ സകല ജാതികളോടും ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ഇതാ, യോർദാൻ മുതൽ പടിഞ്ഞാറോട്ട് മഹാസമുദ്രം വരെ ശേഷിപ്പുള്ള ജാതികളുടെയും ഞാൻ സംഹരിച്ചു കളഞ്ഞിട്ടുള്ള സകല ജാതികളുടെയും ദേശം നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി നറുക്കിട്ട് വിഭാഗിച്ചു തന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടപ്പാനും അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിക്കും. ആമേൻ. ഏറ്റവും ഉറപ്പുള്ളവരായിരിക്കും. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് യോശുവയെ ഉറപ്പിക്കുന്നത്? യോശുവയെ ഉറപ്പിച്ചപ്പോൾ യോശുവയുടെ വാർദ്ധക്യ സമയത്ത് യോശുവ അടുത്ത് ഒരാളിനെ ഇത് ഏൽപ്പിക്കുകയാണ്. സ്തോത്രം. നോക്കൂ, നമ്മുടെ വായിച്ചത് ഇങ്ങനെയാണ്. ലേവ്യർക്കുള്ള 48 പട്ടണങ്ങൾ. 48 പട്ടണങ്ങളാ കേട്ടോ. എന്നാൽ കാലേബിന് കൊടുത്തത് എത്ര? 6 സങ്കേത നഗരങ്ങളും ഗോത്രങ്ങളുടെ ഇടയിലുള്ള ചില വലിയ 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 സങ്കേത നഗരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന ശൃംഗാര ഗോപുരങ്ങൾ എന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. ശൃംഗാര ഗോപുരങ്ങൾ, അല്ലെങ്കിൽ മാളുകൾ, അല്ലെങ്കിൽ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വലിയ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറയും പോലെ ഭയങ്കരമായ നഗരങ്ങൾ അന്നുണ്ടായിരുന്നു. ആ സമയത്ത് 6 നഗരങ്ങൾ അല്ലെങ്കിൽ 6 തലത്തിലുള്ള സങ്കേത നഗരങ്ങൾ ഈ കാലേബിൻ്റെ കാലഘട്ടത്തിൽ അവിടെ അവർ കൊടുത്തു. തീർന്നിട്ട് അതിനിടയ്ക്കുള്ള 48 പട്ടണങ്ങൾ നോക്കൂ, ലേവ്യർക്കുള്ള 48 പട്ടണങ്ങൾ. സ്തോത്രം. ആ പട്ടണങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് യോശുവയാണ്. യോശുവ അതിനെന്ത് ചെയ്യുന്നു? അടുത്തൊരാളിന് കൈമാറുകയാണ്. കൈമാറ്റം. ഒന്നും വിൽക്കുന്നില്ല. ഒന്നും ആർക്കും പിടിച്ചെടുക്കാൻ അവർ അനുവദിക്കുന്നില്ല, വെട്ടിപ്പിടിക്കാനൊന്നും. കാരണം ഇത് ആർക്ക് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് നറുക്കിടുകയാണ്. അപ്പൊ നറുക്കിട്ട് ഓരോരുത്തർക്ക് ഏൽപ്പിക്കുക. 24-ാം അധ്യായത്തിന് 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. 24-28. അടുത്ത് നമ്മൾ അല്പം ശകലം എഴുതാനുണ്ട്, എഴുതിക്കോളൂ. യോശുവയുടെയും എലിയാസറിൻ്റെയും അധ്യായം 24, 29 മുതൽ 33 വരെയുള്ള വേദാംശങ്ങൾ.
യോശുവയുടെ മരണാനന്തരം കൂടെ പുസ്തകം അവസാനിക്കുന്നു. 24 അധ്യായത്തിന്റെ 29 മുതൽ ഒന്ന് വായിക്കാമോ? 24 അധ്യായത്തിന് 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ ശേഷം യഹോവയുടെ ദാസനായി നൂന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവനെ എഫ്രായിം പർവ്വതത്തിലുള്ള തിബ്നത്ത് സേരഹിൽ ഗായസ് മലയുടെ വടക്കു ഭാഗത്ത് അവന്റെ അവകാശ ഭൂമിയിൽ അടക്കം ചെയ്തു. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ഇസ്രായേൽ യഹോവയെ സേവിച്ചു. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് കൊണ്ടുപോന്ന യോസേഫിന്റെ അസ്ഥികളെ അവർ ഷേഖേമിൽ യാക്കോബ് ഷേഖേമിന്റെ അപ്പനായ ഹാവോറിന്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അത് യോസേഫിന്റെ മക്കൾക്ക് അവകാശമായി തീർന്നു. അഹരോന്റെ മകൻ എലയാസരും മരിച്ചു. അവനെ അവന്റെ മകനായ ഫീനെഹാസിന് എഫ്രായിം പർവ്വതത്തിൽ കൊടുത്തിരുന്ന കുന്നിൽ അടക്കം ചെയ്തു. അപ്പൊ ഈ രണ്ടുപേരെയും നമുക്കിവിടെ കാണുന്നു. ഒന്ന് യോശുവയുടെയും 2 എലിയാസറിന്റെയും. അപ്പൊ ഈ രണ്ടുപേരെയും മരണാനന്തരം അവരടക്കം ചെയ്ത സ്ഥലങ്ങളൊക്കെ അവിടെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞു. സ്തോത്രം. അതോടുകൂടി ആ പുസ്തകം, ആ ഭാഗം, അവലോകനം എന്ന ആ ഒരു വിഷയം അവിടെ തീരുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം മോശയുടെ പിൻഗാമിയായി ദൈവത്തിൽ യോശുവയെ തിരഞ്ഞെടുത്തു. രണ്ടാമത് നമ്മളോട് കണ്ടത് യോശുവയെ പിന്നെയും ദൈവം ഉറപ്പിച്ച് ചില കോട്ടകളും അധികാരങ്ങളും ആയുധപ്പുരകളെല്ലാം കൊടുക്കുന്നത് രണ്ടാമത്തെ ഭാഗത്ത്. മൂന്നാം ഭാഗം നമ്മൾ പറഞ്ഞത് പഠിച്ചതിങ്ങനെയാണ്. ഗോത്രങ്ങളും പട്ടണങ്ങളും ശൃംഗാര ഗോപുരങ്ങളെല്ലാം കൊടുക്കുന്ന 48 പട്ടണം കൊടുക്കുന്നതെല്ലാം നമ്മൾ കണ്ടു. എന്നാൽ ആ ഭാഗം അവിടെ തീരുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്തോത്രം, ഈ പുസ്തകത്തിൻ്റെ വിഷയ വിഭജനം. സ്തോത്രം. 1, പ്രവേശനത്തിനുള്ള തയ്യാറെടുപ്പും കനാനിലേക്കുള്ള പ്രവേശനവും. പ്രവേശനത്തിനുള്ള തയ്യാറെടുപ്പും കനാനിലേക്കുള്ള പ്രവേശനവും. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെയും 5-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യവും. ദൈവം യോശുവയെ നിയോഗത്തോടെ തിരഞ്ഞെടുക്കുന്നു. നിയോഗത്തോടെ തിരഞ്ഞെടുക്കുന്നു. 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെ. ബി, യോർദാൻ കടക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ. യോർദാൻ കടക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ. 1-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങളും 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യവും. 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യവും. സി, യോർദാൻ നദി കടക്കുന്നു. സി, യോർദാൻ നദി കടക്കുന്നു. 3-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യവും 4-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യവും. ഡി,
ഡി. 1 പരിച്ഛേദന, 2 പെസക, 3 ഗിൽഗാലിലെ പോരാട്ടം. 5-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ. 1. വാഴ്ത്തത്ത ദേശം കീഴടക്കുന്നു. വാഴ്ത്തത്ത ദേശം കീഴടക്കുന്നു. 6-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത എ. മധ്യ കനാൻ കീഴടക്കുന്നു. മധ്യ കനാൻ കീഴടക്കുന്നു. 6-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങളും 8-ാമത്തെ അധ്യായത്തിന് 35-ാമത്തെ വാക്യവും. 1. യെരിഹോവിലെ വിജയം. യെരിഹോവിലെ വിജയം. 6-ാമത്തെ അധ്യായം 1 മുതൽ 27 വരെ. 2. പരാജയം. പരാജയം. 7-ാം അധ്യായം 1 മുതൽ 26 വരെ. 3. വിജയം. 8-ന്റെ 1 മുതൽ 29 വരെ. 4. ശെഖേമിലെ ആരാധനയും ഉടമ്പടി പുതുക്കലും. ശെഖേമിലെ ആരാധനയും ഉടമ്പടി പുതുക്കലും. 8-ാം അധ്യായം 30 മുതൽ 33 വരെ. ബി. റഫറൻസ് പറഞ്ഞിട്ട് റഫറൻസ് ഇല്ല. 8-ാം അധ്യായം അതിന്റെ 30 മുതൽ 33 വരെ. ബി. തെക്കൻ കനാൻ കീഴടക്കുന്നു. തെക്കൻ കനാൻ കീഴടക്കുന്നു. റഫറൻസ് 9-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെയും 10-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യവും. 1. ഉടമ്പടി. ഉടമ്പടി. 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 27 വരെ. 9-ന്റെ 1 മുതൽ 27 വരെ. 2. ശമരിയെ തകർക്കുന്നു. അമോന്യരെ തകർക്കുന്നു. 10-ാം അധ്യായം 1 മുതൽ 43 വരെ. സി. വടക്കൻ കനാൻ കീഴടക്കുന്നു. വടക്കൻ കനാൻ കീഴടക്കുന്നു. 11-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വേദവാക്യം. ഡി. കീഴ്പ്പെട്ട ദേശങ്ങളെ പറ്റിയുള്ള ലഘു വിവരണം. പതിനൊന്നാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെയും
12-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം വരെയും. ഈ കീഴടക്കുവാൻ പറ്റിയുള്ള ലഘു വിവരണം 13-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത് 1, അവകാശം വിഭാഗിക്കുന്നു. അവകാശം വിഭാഗിക്കുന്നു. 13-ാം അധ്യായം 8 മുതൽ 33 വരെയുള്ള വേദാംശം. യോർദാന് കിഴക്കുള്ള ഗോത്രങ്ങൾ. യോർദാന് കിഴക്കുള്ള ഗോത്രങ്ങൾ 13-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 33 വരെ. എത്ര ഗോത്രമുണ്ടെന്ന് നമുക്കിത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം, എക്സാമിന് വരും. ഇനിയുള്ള 2-3 ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. യോർദാന് കിഴക്കുള്ള ഗോത്രങ്ങൾ 13-ാം അധ്യായം 8 മുതൽ 33 വരെ. ബി, യോർദാന് പടിഞ്ഞാറുള്ള ഗോത്രങ്ങൾ. യോർദാന് പടിഞ്ഞാറുള്ള ഗോത്രങ്ങൾ. പതിനാലാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങളും അത് കംപ്ലീറ്റ് അങ്ങ് വായിച്ചോളണം. അടുത്ത് 19-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യം. സി, 6 സങ്കേത നഗരങ്ങൾ. 6 സങ്കേത നഗരങ്ങൾ അത് ഈ അധ്യായത്തിലുണ്ട് കേട്ടോ. 20-ാം അധ്യായം 1 മുതൽ 9 വരെ. 20-ാം അധ്യായം 1 മുതൽ 9 വരെ 6 സങ്കേത നഗരങ്ങൾ. 1, പ്രത്യേകം നീക്കി വച്ചിട്ടുള്ളവ. പ്രത്യേകം നീക്കി വച്ചിട്ടുള്ളവ. 20-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ കിട്ടും. 21-ാം അധ്യായത്തിന് 45-ാമത്തെ വാക്യവും. എന്താണ് പ്രത്യേകം നീക്കി വെച്ചത്? ജനത്തിന് വേണ്ടിയൊക്കെ ദൈവം ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ചില പ്രാർത്ഥനയൊക്കെ പോകുമ്പോഴേ ചില അമ്മമാരൊക്കെ ഓടിച്ചെന്ന് ഈ നീക്കി വച്ചിരിക്കുന്നത്, അതായത് അവർ പ്രത്യേകമായി നീക്കി വച്ചിരിക്കുന്ന ചില ഉരുപ്പടികളുണ്ട്. ഉരുപ്പടി എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്വർണ്ണമൊന്നുമല്ല, അവർക്കത് ഉരുപ്പടികളാണ്. എന്ന് വെച്ചാൽ 10 രൂപ, 5 രൂപ, 2 രൂപ, 3 രൂപ ഇങ്ങനെയൊക്കെ അവർ മാറ്റി മാറ്റി വച്ചിരിക്കുന്നത് ഒരു പൊതി കൊണ്ട് കൈ തരും. അത് ആ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മൾ പേടിച്ചു പോകും. പണ്ടെങ്ങാണ്ടോ ഉള്ള ന്യൂസ് പേപ്പറായിരിക്കും. അതിലിങ്ങനെ കൊണ്ട് അവർ ഓരോ പൊതിയായിട്ട് അതിനകത്ത് കൊണ്ടുവച്ചൊരു വലിയൊരു പൊതി വച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ചിലയിടത്തൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള അത് നോക്കി നമ്മൾ ദൈവസ്ഥലിനെ കുറിച്ച് പ്രാർത്ഥിച്ച് നോക്കി അതിനെ എല്ലാം തുറന്നു നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പൊതിക്കകത്ത് 1 രൂപയായിരിക്കും. ഞാനിങ്ങനെ ആ മാതാവിനോട് ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ ഒരു നീക്കിയിരിപ്പ് വെച്ചത്? അത് എനിക്ക് മുട്ട വിറ്റപ്പോൾ കിട്ടിയ ലാഭമാണ് 1 രൂപ. സ്തോത്രം. എന്നിട്ട് ഞാൻ ചോദിച്ചത്, എന്താ ഈ 3 രൂപ? അത് ചൂല് വിറ്റതിൻ്റെ. എന്താ ഈ 10 രൂപ? അത് പറങ്ങേണ്ടി വിറ്റതിൻ്റെ. എന്താ ഈ 7 രൂപ? അത് വാഴയില വിറ്റതിൻ്റെ. വാഴയില വിറ്റതിൻ്റെ. എന്താ ഈ 5 രൂപ? അത് വാഴ ഇലയുടെ കരിയില ഉണ്ടല്ലോ, അതിനെ ചീന്തിക്കൊണ്ട് കടയിൽ കൊടുത്തപ്പോൾ കിട്ടിയതിൻ്റെ ഒരു മീതിയാ.
എന്താ ഈ 50 രൂപ? അത് കമുകിൻ്റെ പാള വിറ്റതിൻ്റെ ബാക്കിയാ. ഞാനിതെല്ലാം നോക്കിയപ്പോൾ വാഴപ്പിണ്ടി വരെ വിറ്റ പൈസയുടെ ബാക്കിയുണ്ട്. എന്തിനേറെ ഈ ഇപ്പോഴത്തെ തലമുറ പഠിക്കേണ്ടതാ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 100 രൂപ എന്തിനാ? അതെ, ഈ വാഴപ്പിണ്ടിക്ക് അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കുറേ പോളയുണ്ടല്ലോ, അതിനെ ഉണക്കി പൂക്കടെ കൊണ്ട് കൊടുത്തത്, ഹാരം കെട്ടാൻ കൊണ്ട് കൊടുത്തതിൻ്റെ ആ പൈസയുടെ ദശാംശമാ ദൈവദാസനെ 100 രൂപ. സ്തോത്രം. എന്നാൽ ഇന്ന് അവരുടെ തലമുറകളൊക്കെ ഇരിക്കുന്ന രാജ്യങ്ങൾ എനിക്ക് പറഞ്ഞാൽ തെറ്റിപ്പോകുന്ന രാജ്യങ്ങളാണ്. ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവും. അത്രയുള്ള രാജ്യങ്ങളിൽ അവരൊക്കെ ഇരിക്കുന്നത്. എന്തെന്നറിയാമോ? ചില പ്രത്യേക നീക്കിയിരിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ലിൻഡെ ആണെങ്കിലും സെബിനാണെങ്കിലും സുബിനാണെങ്കിലും നീക്കിയിരിപ്പ് നിങ്ങൾ മാറ്റിവെക്കണം. അഭിഷക്തന്മാർക്ക് അത് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വീട്ടിലൊരു അഭിഷക്തൻ പ്രാർത്ഥിക്കാൻ വന്ന് തിരിച്ചു മടങ്ങുമ്പോൾ നിങ്ങളത് കൊടുക്കണം. അത് കുടുക്കൊക്കെ എടുത്തിട്ട് വെക്കുക. അങ്ങനെ വെക്കുക. പണ്ടൊക്കെ പൗഡർ ടിന്നകത്തിട്ട പൈസ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പൗഡർ ടിന്നകത്തിട്ടുന്ന പൈസ. സ്തോത്രം. കുട്ടിക്ക് കുറേ പൗഡറിൻ്റെ ടിന്നകത്തിട്ടുന്ന പൈസകൾ ഓടിപ്പോയി ടിന്നോട് എടുത്തുകൊണ്ട് വന്ന ആ ചരിത്രമൊക്കെ നമുക്കറിയാം. പറയുന്നത് ചില നീക്കിയിരിപ്പുകളൊക്കെ ദൈവമക്കൾ കരുതി വെക്കേണ്ടത് ഏറ്റവും ഉചിതമായ കാര്യങ്ങളാണ്. അതാ ഇവിടെ വായിച്ചത്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ആമേൻ, സ്തോത്രം. അതിൻ്റെ തെളിവ്, അതിൻ്റെ പ്രൈസ് ദി ലോർഡ് വാക്യം തന്നായിരുന്നോ? 20:1 മുതൽ അല്ലേ? 20:1 മുതലല്ലേ? അതും 21:45 വാക്യവും. അടുത്ത 2 ലേവ്യ പട്ടണങ്ങൾ. നേരത്തെ നമ്മൾ പഠിച്ചത് 48 പട്ടണങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 48 പട്ടണങ്ങൾ, ലേവ്യ പട്ടണങ്ങൾ, അവർക്ക് കൊടുത്ത പട്ടണങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. 21 അധ്യായം അതിൻ്റെ 1 മുതൽ 45 വരെയുള്ള വേദാംശങ്ങൾ. കീഴടക്കാൻ ഗോത്രങ്ങളുടെ മടങ്ങിവരവ്. കീഴടക്കാൻ ഗോത്രങ്ങളുടെ മടങ്ങിവരവ്. 22 അധ്യായം അതിൻ്റെ 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. 22:1 മുതൽ 34 വരെയുള്ള വേദാംശങ്ങൾ. ബി, യോശുവയുടെ വിടവാങ്ങൽ സന്ദേശങ്ങൾ. വിടവാങ്ങൽ സന്ദേശങ്ങൾ. ഒരു സെക്കൻഡേ. ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ 1 മുതൽ ചില വാക്യങ്ങളും 24 അധ്യായത്തിൻ്റെ 28 വാക്യവും. 23:1 മുതൽ ചില വാക്യങ്ങളും 24:28 വാക്യവും. 24 അധ്യായത്തിൻ്റെ 28 വാക്യം. സി, ഇസ്രായേൽ മൂപ്പന്മാരെ വന്ദനം ചെയ്യുന്നു. 23 അധ്യായത്തിന് 1 മുതൽ 16 വരെ. ഡി, സകല ഇസ്രായേൽ ജനത്തെയും അഭിസംബോധന ചെയ്യുന്നു. ഷേക്കേമിൽ വച്ചിട്ടുള്ള ഉടമ്പടി പുതുക്കൽ. ഷേക്കേമിൽ വച്ചിട്ടുള്ള ഉടമ്പടി പുതുക്കൽ. 24 അധ്യായം അതിൻ്റെ 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ.
എ, യോശുവയുടെ മരണവും അടക്കവും. യോശുവയുടെ മരണവും അടക്കവും 24 അതിൻ്റെ 29 മുതൽ 31 വരെ. ബി, യോസേപ്പിന്റെ അസ്ഥികൾ അടക്കം ചെയ്യുന്നു. 24, 32. സി, എലിയാസറിന്റെ മരണവും അടക്കവും. എലിയാസറിന്റെ മരണവും അടക്കവും 24-ാം അധ്യായം അതിന് 33-ാമത്തെ വാക്യം.